നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എനിക്കിട്ട് ചെയ്തത് ഓർത്താ അടി തന്ന് വിടേണ്ടതാ. പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ കരുതി ക്ഷമിച്ചതാ. വാചകം അടിക്കാതെ വേഗം പോവാൻ നോക്ക്. ദൈവമേ, ഒത്തിരി നന്ദിയുണ്ട്. വേഗം ഇറങ്ങാൻ നോക്ക്, ടെൻഷൻ കൊണ്ട് വയ്യ. മാലതേ, ഇവളെ കൊണ്ട് പുറത്തു വിട്. മൈഥിലി വാ, കുഞ്ഞിനെ കൊടുക്ക. അതാരാ? ദൈവമേ, കളിയങ്കാട്ട് നീലി. ഇത് മാറണമല്ല, മഹാ മാറണോ? ഇനി എന്തി ഇപ്പോ? അവരെന്നെ കണ്ട് കൊന്നുകളയും. ആരെങ്കിലും ഒരാൾ നിന്നെ തല്ലി കൊല്ലും. അത് ഇവര് തന്നെ ആയിക്കോട്ടെ. ആദ്യം സാവിത്രി അകത്ത് കയറി പോട്ടെ, അതിനുശേഷം ശ്രദ്ധിച്ചിറങ്ങി പോയാ മതി. ഇനി വാ, അവരകത്തേക്ക് പോയി. വാ, വേഗം വാ. ശോ, വേഗം കൊണ്ടുപോ. നിക്ക് നിക്ക്, തിരിക്കട്ടെ. കേറിയോ? ആരാ മാലു അത്? ആരാന്ന് ചോദിച്ച കേട്ടില്ലേ? അത് എന്നെ കാണാൻ വന്ന ഒരു കൂട്ടുകാരിയാ. ഞാനവളെ യാത്രയാക്കിയതാ. കൂട്ടുകാരിയോ? അതേത് കൂട്ടുകാരി? സാറാ മറിയം പിറവം. എന്തോന്ന്? അതെന്തോന്ന് ജീവി? അയ്യോ, ജീവിയൊന്നുമല്ല, എന്റെ ഫ്രണ്ടിന്റെ പേരാ. അവളെ പിറവംകാരിയാ. ഇവിടെ കഴക്കൂട്ടത്താ ജോലി. ഞാനില്ലാത്ത നേരത്തൊക്കെ ഇവിടെ എന്തോ കളികൾ ഉണ്ടായിരുന്നു അല്ലേ? പറഞ്ഞ എന്റെ നേരെ വേണ്ട. എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാ. ഈ ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശിയായ ജഗദീഷിന്റെ ഭാര്യ ഞാൻ എന്ന് പറഞ്ഞ ഈ വീട്ടിലെ ഏക തറവാട്ടമ്മ. എന്റെ നേരെ അധികാരവും ശാസനയൊന്നും വേണ്ടാന്ന് മനസ്സിലായോ? അതിരിക്കട്ടെ, ഫുഡ് കഴിച്ചോ? ഫുഡും കൂടെ കഴിച്ചിട്ട് പോരാന്ന് കരുതിയല്ലേ ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. അപ്പോ നീ എന്നെ ഓടിച്ചു വിട്ടില്ലേ? ഇങ്ങനെയാണോ ഒരു ഭാര്യ ചെയ്യേണ്ടത്? ഞാനേ ഭാര്യ മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാ. അത് ഓർക്കണം. ഓ, കുഞ്ഞിന്റെ അമ്മയാണോ? ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതെ, ഫുഡ് തരാതെ വേഗം വിട്ടതില് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ഉറക്കം ശല്യപ്പെടുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇനി മുതല് തന്റെ പെർമിഷൻ ചോദിച്ചിട്ടേ ഞാൻ ആ മുറിക്കകത്തേക്ക് വരും. വെരി ഗുഡ്. ബൈ ദ ബൈ, ആ ഫയൽ ഇന്ന് കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയോ? ഓ, അതെല്ലാം കറക്റ്റായിട്ട് നടന്നു. എന്താ അങ്ങനെ ചോദിച്ചേ? ഭർത്താവിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഏത് ഭാര്യയും അങ്ങനെ ചോദിച്ചിരിക്കണം.
എന്റെ മീനാക്ഷിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെപ്പോലെ ഫ്രണ്ട്ലി ആയ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ആ മതി മതി മതി, കൊഞ്ചി കഴിഞ്ഞുള്ള റൊമാൻസ് ഒന്നും വേണ്ട. അതൊരു ഓഫീസാ. ശമ്പളം നൽകുന്ന ഗവൺമെന്റിനോട് നീതി കാണിക്കണം. യെസ് മാഡം. ആ സ്നേഹമുള്ള ഭർത്താവാണെങ്കിലേ നേരത്തെ വീട്ടിൽ വരണം. ഓക്കെ ഓക്കെ മാഡം. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, മുത്തശ്ശി, അമ്മേ, അമ്മേ ഒന്നിങ്ങി വന്നേ. എന്താ മീനാക്ഷി, എന്തു പറ്റി? എന്താ പറ്റിയത്? കുഞ്ഞ് ഛർദിച്ചു. ഓ ഇതാണോ? എന്റെ മോളെ, കുഞ്ഞുങ്ങളായ പാൽ അധികം കുടിക്കും, അധികം ഉള്ളത് ഛർദിക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല മുത്തശ്ശി, ഇത് തുടരെ തുടരെ പല പ്രാവശ്യം ഛർദിച്ചു. ദേ ഇപ്പോഴും. നോക്കട്ടെ. ആ മോള് പേടിക്കൊന്നും വേണ്ട. കുഞ്ഞു പാലല്ലാതെ വേറൊന്നും കുടിക്കുന്നില്ലല്ലോ. ഗ്യാസ് കയറി ഛർദിക്കും, അത് സാരമുള്ളതല്ല. എന്നാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ കമിഴ്ത്തി കെട്ടി പുറം ഒന്ന് തലോടണം. അങ്ങനെ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. അതിന് ഇവിടെ ഇപ്പൊ ആരുണ്ട്? ജഗദീഷ് ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ രാമേട്ടനുണ്ടല്ലോ. എന്നാ രാമഭദ്രനോട് കാർ ഇറക്കാൻ പറയാം. AC പിടിഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാം. രാമഭദ്ര, രാമഭദ്ര. വരുന്നമ്മേ. ഇതെന്തായി കുഞ്ഞിന് പറ്റിയത്? ദൈവമേ, എന്റെ ആംഗ്ലി ആ മൈഥിലും കൂടെ ഇവിടെ വന്ന കാര്യം ജഗദീഷേട്ട അറിഞ്ഞ എന്നെ പൊരിച്ചു കളയും. മോള് വിഷമിക്കാതെ, കുഞ്ഞിനൊന്നും വരില്ല. കുപ്പിപ്പാലല്ലേ കൊടുക്കുന്നത്. കുഞ്ഞിന് കൊടുക്കുന്ന പാലിൽ പോലും ദ്രോഹികൾ മായം ചേർത്ത് കളയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.